എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BA-BSc 4th സെമസ്റ്ററിൻ്റെ മലയാള സാഹിത്യം 4 എന്ന പേപ്പറിലെ ഒരു അധ്യായത്തിലേക്കാണ് കടക്കുന്നത്. ഡോക്ടർമാരുടെ രോഗം വേണ്ടത് സൗന്ദര്യാത്മക വിദ്യാഭ്യാസം എന്ന ലേഖനത്തിലേക്ക്. പി. പവിത്രൻ എഴുതിയ ഈ ലേഖനം മലയാള ഭാഷയുടെ മാതൃഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ചും മാതൃഭാഷാ വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചും മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തും മലയാള ഭാഷയുടെ മാതൃഭാഷയുടെ പഠനം നടക്കേണ്ടതുണ്ട് എന്ന ഒരു ആശയമാണ് അദ്ദേഹം ഈ ലേഖനത്തിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. പി. പവിത്രനെ നമുക്കൊന്ന് പരിചയപ്പെടാം. അദ്ദേഹം കോഴിക്കോട് ജില്ലയിലെ വടകരയ്ക്കടുത്ത് മേമുണ്ടയിലാണ് ജനിച്ചത്. 1964. കാലടി സംസ്കൃത സർവകലാശാലയിലെ മലയാള വിഭാഗം അധ്യാപകനാണ് അദ്ദേഹം. സാഹിത്യ നിരൂപകൻ എന്ന നിലയിൽ, സാംസ്കാരിക നിരൂപകൻ എന്ന നിലയിൽ, മാതൃഭാഷാവകാശ പ്രവർത്തകൻ, പ്രഭാഷകൻ എന്നീ നിലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചു വരുന്നു. ആത്മാന്വേഷണം ആനന്ദിൻ്റെ നോവലുകളിൽ എന്ന വിഷയത്തിലായിരുന്നു അദ്ദേഹം MPhil പൂർത്തിയാക്കിയത്. അതുപോലെ PhD ചെയ്തത് കുമാരനാശാൻ്റെ കാവ്യജീവിതത്തിൻ്റെ പരിണാമം, മനഃശാസ്ത്രപരവും തത്വശാസ്ത്രപരവുമായിട്ടുള്ള അന്വേഷണം എന്ന വിഷയത്തിലായിരുന്നു. മഹാത്മാഗാന്ധി, കാറൽ മാക്സ്, BR അംബേദ്കർ എന്നിവരുടെ ആശയങ്ങളുടെ സ്വാധീനം ആധുനികതാ നോവലുകളിൽ എന്ന വിഷയത്തിൽ UGC ഗവേഷണ അവാർഡിന് അദ്ദേഹം പോസ്റ്റ് ഡോക്ടർ ഗവേഷണം പൂർത്തിയാക്കുകയും ചെയ്തു. ആധുനികതയുടെ കുറ്റസമ്മതം, ആശാൻ കവിത, ആധുനികാനന്തര പാഠങ്ങൾ, MN വിജയൻ എന്ന കേരളീയ ചിന്തകൻ, മാതൃഭാഷയ്ക്ക് വേണ്ടിയുള്ള സമരം, പ്രണയം, രാഷ്ട്രീയം, ആശാൻ കവിതാ പഠനങ്ങൾ, കോളനിയാനന്തരവാദം, സംസ്കാര പഠനവും സൗന്ദര്യശാസ്ത്രവും, മാർക്സ്, ഗാന്ധി, അംബേദ്കർ, ആധുനികതാവാദത്തിൻ്റെ രാഷ്ട്രീയ സൗന്ദര്യശാസ്ത്രം, ഇവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ. മാതൃഭാഷയ്ക്ക് വേണ്ടിയുള്ള സമരം എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമിയുടെ IC ചാക്കോ അവാർഡ് 2017 ലഭിക്കുകയുണ്ടായി. പയ്യപ്പള്ളി ബാലൻ പുരസ്കാരം, ഡോക്ടർ CP മേനോൻ സ്മാരക പുരസ്കാരം, പ്ലാവില സാഹിത്യ പുരസ്കാരം തുടങ്ങിയ പുരസ്കാരങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മാതൃഭാഷയ്ക്ക് വേണ്ടിയുള്ള സമരം എന്ന പുസ്തകത്തിലെ ഒരു ലേഖനമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏറെ ചർച്ച ചെയ്യപ്പെട്ട മാതൃഭാഷാവകാശ പ്രവർത്തകൻ എന്ന നിലയിൽ, മലയാള ഐക്യവേദിയുടെ പ്രവർത്തകൻ എന്ന നിലയിലുള്ള പ്രവർത്തന പരിചയവും അദ്ദേഹത്തിൻ്റെ മാതൃഭാഷയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും സമരങ്ങളുമൊക്കെ കേരളീയ സമൂഹം കണ്ടിട്ടുണ്ട്, കേരളീയ സമൂഹം ഏറ്റെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ ആശയങ്ങളുടെ അവതരണമാണ് മാതൃഭാഷയ്ക്ക് വേണ്ടിയുള്ള സമരം എന്ന പുസ്തകത്തിലുള്ളത്. അതിലെ ഒരു ലേഖനമാണ് നമുക്ക് പഠിക്കാനുള്ള ഡോക്ടർമാരുടെ രോഗം വേണ്ടത് സൗന്ദര്യാത്മക വിദ്യാഭ്യാസം എന്ന ലേഖനം. നമുക്ക് ആ ലേഖനത്തിലേക്ക് കടക്കാം. പി. പവിത്രൻ തൻ്റെ ലേഖനം ആരംഭിക്കുന്നത് സൈമൺ ലീസിൻ്റെ ഒരു ഉദ്ധരണിയോടുകൂടിയാണ്. തുല്യ യോഗ്യതയുള്ള 2 ഡോക്ടർമാരിൽ ആരുടെ ഉപദേശമാണ് സ്വീകരിക്കേണ്ടത് എന്ന പ്രശ്നം വരുമ്പോൾ ഞാൻ അതിൽ ചെക്കോവിനെ വായിച്ച ആളുടേതാണ് സ്വീകരിക്കുക എന്നാണ് സൈമൺ ലീസ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഉദ്ധരണിയാണ് ഈ ലേഖനത്തിൻ്റെ ആമുഖമായി, പ്രവേശികയായിട്ട് അദ്ദേഹം നൽകിയിരിക്കുന്നത്. അപ്പോൾ ഡോക്ടർമാരുടെ വായന, ഡോക്ടർമാരുടെ ഒരു സാംസ്കാരിക ബോധം, ഡോക്ടർമാരുടെ സർഗാത്മക ബോധം, അത് വളരെ പ്രധാനമാണ് എന്ന് കാണിക്കാൻ സൈമൺ ലീസിൻ്റെ ഈ ഉദ്ധരണിയിലൂടെ സാധ്യമായിട്ടുണ്ട്. അദ്ദേഹം ആ വിഷയത്തിലേക്ക് കടക്കുകയാണ്. അദ്ദേഹം വിഷയത്തിലേക്ക് കടന്നുകൊണ്ട് സംസാരിക്കുന്ന ഒരു കാര്യം, PSC അസിസ്റ്റൻ്റ് സർജന്മാരെ തിരഞ്ഞെടുക്കാനുള്ള ഒരു പരീക്ഷ നടത്തി. ആ പരീക്ഷയുടെ അഭിമുഖം നടക്കുന്ന സമയത്ത് അതിൽ പങ്കെടുത്തവർക്ക് സാമാന്യ വിജ്ഞാനമില്ല എന്ന് കാണിച്ചുകൊണ്ട് PSCയുടെ ചെയർമാൻ മുഖ്യമന്ത്രിക്ക് ഒരു റിപ്പോർട്ട് നൽകുകയുണ്ടായി. അത് ഡോക്ടർമാർക്ക് സാമാന്യമായ വിജ്ഞാനമില്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു. ഡോക്ടർമാർക്ക് സാമൂഹികമായ വസ്തുതകളെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല എന്ന കാര്യത്തിലേക്കാണ് PSC ചെയർമാൻ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിലൂടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. അടിയന്തരമായ ചില നടപടികൾ അത് ആവശ്യപ്പെടുന്നുണ്ട് എന്ന് ലേഖകൻ സൂചിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, മുമ്പ് ഒരുപാട് അന്ധവിശ്വാസങ്ങളുണ്ടായിരുന്നു, നമുക്ക് ഭൂതപ്രേത പിശാചുക്കളെക്കുറിച്ചുള്ള അന്ധവിശ്വാസങ്ങളുണ്ടായിരുന്നു. എന്നാൽ മധ്യവർഗത്തെ സംബന്ധിച്ച്, ഉപരിവർഗത്തെ സംബന്ധിച്ച് ഇപ്പോൾ അവരെ ബാധിച്ചിരിക്കുന്ന ഒരു അന്ധവിശ്വാസമുണ്ട്. തങ്ങളുടെ മക്കളെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് ചേർക്കണമെന്നും അവരത് പഠിക്കണമെന്നും വിദ്യാർത്ഥികളുടെ താല്പര്യം ഒന്നുപോലും നോക്കാതെ ഈ കോഴ്സിൽ
രക്ഷിതാക്കൾ അവരെ കൊണ്ട് ചേർക്കുന്നു, തള്ളിവിടുന്നു എന്നതാണ് ഇപ്പോൾ നിലവിൽ ഉപരിവർഗത്തിൻ്റെയും മധ്യവർഗത്തിൻ്റെയും അന്ധവിശ്വാസമായിട്ടിരിക്കുന്നത് എന്നാണ് ലേഖകൻ സൂചിപ്പിക്കുന്നത്. സാധാരണ മലയാളികളെക്കാൾ സാമൂഹ്യ ബോധത്തിൽ വളരെ താഴെയുള്ളവരാണ് ഈ കോഴ്സുകളിൽ നിന്ന് പുറത്തു വരുന്നവർ എന്നാണ് ചെയർമാൻ്റെ നേരത്തെ സൂചിപ്പിച്ച ആ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. അപ്പോൾ പൊതുവിജ്ഞാന പരീക്ഷ നടത്തിയാൽ മാത്രം ഈ കുറവ് പരിഹരിക്കാൻ കഴിയുമോ? അതാണ് ലേഖകൻ ചൂണ്ടിക്കാണിക്കുന്നൊരു ചോദ്യം. ഒരു PSC പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കുന്ന പൊതുവിജ്ഞാന പരീക്ഷ നടത്തിയിട്ട് അത് വിജയിച്ചാൽ അവരുടെ സാമൂഹിക ബോധത്തെ, സാമാന്യ ബോധത്തെ തിരിച്ചറിയാൻ സാധിക്കുമോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ലേഖകൻ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വസ്തുത ഇതാണ്. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കുറവുകളെ ഇത് എടുത്തു കാണിക്കുന്നുണ്ട്. PSC ചെയർമാൻ്റെ ഈ റിപ്പോർട്ട് അതാണ് സൂചിപ്പിക്കുന്നത്. മാതൃഭാഷയിൽ എഴുതാനോ വായിക്കാനോ അറിയാത്ത ആളുകളെയാണ് ഇംഗ്ലീഷ് മാധ്യമ വിദ്യാലയങ്ങളിൽ നിന്നും പുറത്തുവിടുന്നത്. പലപ്പോഴും ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ പഠിച്ച് പുറത്തു വരുന്ന ആളുകൾക്ക് മാതൃഭാഷയിൽ സംസാരിക്കാനോ എഴുതാനോ സാധ്യമാവുന്നില്ല. മലയാളത്തിൽ ഒരു പത്രമോ ഒരു പുസ്തകമോ വായിക്കാൻ പോലും കഴിയാത്ത ബിരുദധാരിക്ക് എങ്ങനെയാണ് കേരളത്തിലെ സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയാൻ കഴിയുക? എങ്ങനെയാണത് വ്യക്തമാവാൻ കഴിയുക? ഏതൊരു തൊഴിലിനേക്കാളും ഭാഷ പ്രധാനമാകുന്ന ഒരു മേഖലയാണല്ലോ ഡോക്ടറുടേത്. കാരണം ഡോക്ടർ സംവദിക്കാൻ പോകുന്നത്, നേരിടാൻ പോകുന്നത്, അഭിമുഖീകരിക്കാൻ പോകുന്നത് സാധാരണ മനുഷ്യരെയാണ്. സാധാരണ മനുഷ്യർ ഇംഗ്ലീഷിലല്ല സംസാരിക്കുന്നത്, അവരവരുടെ ഭാഷയിലാണ്. അപ്പോൾ അവർ പറയുന്ന ഭാഷയിൽ അവരോട് ഇടപെടേണ്ടതുമുണ്ട്. പ്രത്യേകിച്ചും മെഡിക്കൽ രംഗത്ത്, ആതുര സേവന രംഗത്ത് തൻ്റെ മുമ്പിൽ വരുന്ന രോഗിയുടെ ഭാഷ ഡോക്ടർ അറിയണം. ഇല്ലെങ്കിൽ ചികിത്സ തെറ്റുമെന്ന് മാത്രമല്ല, അപകടവും വരുത്തി വയ്ക്കും എന്നാണ് ലേഖകൻ്റെ നിരീക്ഷണം. ഇത് വളരെ സത്യമാണ്. ഇപ്പോൾ അദ്ദേഹം ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഓക്കാനം എന്ന വാക്കിൻ്റെ അർത്ഥമറിയാത്ത ഡോക്ടർ അത് വയറുവേദനയാണെന്ന് തെറ്റിദ്ധരിച്ച് മരുന്ന് എഴുതി കൊടുത്തതുകൊണ്ട് അനേകം സ്ത്രീകളുടെ ഗർഭം അലസിപ്പോയതായി ഐക്യമലയാള പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രവർത്തകൻ ഈയിടെ പ്രസംഗിക്കുന്നത് കേട്ടിരുന്നു എന്ന് അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്. ഛർദി വരുന്നതിന് പറയുന്ന ഭാഷ ഓക്കാനം എന്നുള്ളത്. അപ്പോൾ അത് വയറുവേദനയാണെന്ന് വിചാരിച്ച് മരുന്ന് കൊടുത്താൽ എങ്ങനെ ഇരിക്കും? ഇതുപോലെ ധാരാളം ഉദാഹരണങ്ങൾ നമ്മുടെ നാട്ടിൻ പുറത്തുണ്ട്. അപ്പോൾ ഓരോ പ്രദേശത്തിൻ്റെയും ഭാഷ ഡോക്ടർക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ചികിത്സാ രംഗത്ത് അത് വലിയ പിഴവുകൾക്ക് കാരണമായിത്തീരും എന്നാണ് അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം. മെഡിക്കൽ വിദ്യാഭ്യാസം തന്നെ മാതൃഭാഷയിലാക്കണമെന്നാണ് പല വിദഗ്ധരും വാദിക്കുന്നത്. 8ാം തരം വരെയെങ്കിലും മാതൃഭാഷയായിരിക്കണം വിദ്യാഭ്യാസ മാധ്യമം എന്ന് ഈയിടെ അംഗീകരിച്ച വിദ്യാഭ്യാസ അവകാശ നിയമം പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് ഇതുവരെ വന്നിട്ടില്ല എന്ന കാര്യം വളരെ ഗൗരവത്തോടുകൂടി അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ മാധ്യമത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെപ്പോലെ തന്നെ വളരെ പ്രധാനമായിട്ടുള്ളൊരു വസ്തുതയാണ് സാഹിത്യം ഉൾപ്പെടെയുള്ള മാനവിക പഠന മേഖലയോട് കാണിക്കുന്ന അവഗണന. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്താണ് ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ബിരുദ പഠനത്തിൽ നിന്ന് സാഹിത്യ പഠനത്തെ മിക്കവാറും ഒഴിവാക്കിയത്. സാഹിത്യ സാംസ്കാരിക മേഖലയിൽ നിന്ന് ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധമുണ്ടായിട്ടുണ്ട്. അങ്ങനെയൊക്കെ പ്രതിഷേധമുണ്ടായിട്ടും സർവകലാശാലയിലെ ബിരുദ കോഴ്സുകളിൽ ഇനിയും സാഹിത്യം തിരിച്ചു വന്നിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇത് സർവകലാശാലയിലെ സാധാരണ കോഴ്സുകളുടെ സ്ഥിതിയാണ്. അപ്പോൾ പിന്നെ പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതില്ലല്ലോ. പ്രൊഫഷണൽ വിദ്യാഭ്യാസ മേഖലയിലാവട്ടെ സാഹിത്യ പഠനം ഇല്ല. സാഹിത്യ പഠനം എന്ന് പറയുന്ന ഒരു കാര്യം തന്നെ ഇല്ല. ഇംഗ്ലീഷ് മാധ്യമ വിദ്യാലയങ്ങളിലൂടെ, ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലൂടെ മലയാളം എഴുതാനും വായിക്കാനും അറിയാതെ പുറത്തു വരുന്ന ഒരു മലയാള സാഹിത്യകൃതി പോലും വായിച്ചിട്ടില്ലാത്ത വിദ്യാർത്ഥിക്കുള്ള കുറവ് സാമാന്യ വിജ്ഞാനത്തിൻ്റേത് മാത്രമല്ല, സൗന്ദര്യബോധത്തിൻ്റേതു കൂടിയാണ് എന്നതാണ്. അപ്പോൾ ഇതൊരു വിജ്ഞാനത്തിൻ്റെ കാര്യമല്ല, സൗന്ദര്യബോധത്തിൻ്റെ കാര്യമാണ്. മലയാള ഭാഷയിലുള്ള ഒരു കൃതി മനസ്സിലാക്കാത്ത, ഒരു കൃതി വായിക്കാത്ത, അത് ഉൾക്കൊള്ളാനാവാത്ത ഒരു മലയാളിയുടെ വിജ്ഞാനം മാത്രമല്ല സൗന്ദര്യബോധത്തിൽ തന്നെ വ്യത്യാസമുണ്ടായിരിക്കും എന്നതാണ്. പുസ്തകം വായിക്കുന്ന ഒരാളും വായിക്കാത്ത ആളും തമ്മിലുള്ള സൗന്ദര്യബോധത്തിലുള്ള വ്യത്യാസം, സാമൂഹിക ബോധത്തിലുള്ള വ്യത്യാസം, അതാണ് ലേഖകൻ സൂചിപ്പിക്കുന്നത്. ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾക്ക് വേണ്ടി വാദിക്കുന്ന ആളുകൾ പറയാറുണ്ട്, സാഹിത്യബോധമുണ്ടാവാൻ സാഹിത്യം ഒരു കോഴ്സായി പഠിക്കണോ എന്നതാണ് പലരും ചോദിക്കാറുള്ളത്.
സാഹിത്യം ക്ലാസ് മുറിയിലിരുന്ന് പഠിക്കാതെയും സാഹിത്യബോധമുണ്ടാകും എന്നത് ശരി തന്നെയാണ്. അത് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. എന്നാൽ ഈ വാദം ശാസ്ത്രത്തിനും സാങ്കേതിക വിദ്യയ്ക്കും കൂടി ബാധകമാണ് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. നൂറുകണക്കിന് ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയ എഡിസൺ 6 മാസം പോലും തികച്ച് സ്കൂളിൽ പോയിട്ടില്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ഈ ഉദാഹരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്കൂളുകളിലോ കോളേജുകളിലോ ശാസ്ത്രം തന്നെ പഠിപ്പിക്കേണ്ടതില്ല എന്ന് ആരും തീരുമാനിക്കുകയില്ലല്ലോ. അങ്ങനെ ഒരു വിശ്വാസത്തിലേക്ക് ആരും എത്തുകയില്ലല്ലോ. അപ്പോൾ അത് ശാസ്ത്രത്തെക്കുറിച്ച് അങ്ങനെയാണ് ബോധമെന്നിരിക്കെ സാഹിത്യത്തെ സംബന്ധിച്ചുള്ള ഒരു ബോധത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് സ്കൂളിൽ പഠിപ്പിക്കേണ്ടതില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു യുക്തിയില്ലായ്മയാണ് ലേഖകൻ സൂചിപ്പിക്കുന്നത്. അദ്ദേഹം അതിനെ വിശദീകരിക്കുന്നുണ്ട്. സാഹിത്യത്തിനും കലയ്ക്കും വിദ്യാഭ്യാസത്തിൽ എന്ത് പങ്കാണ് ഉള്ളത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. അത് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഏറ്റവും നല്ല വിശദീകരണം അതിൽ നൽകിയത് ജർമ്മൻ കവിയും ചിന്തകനുമായിരുന്ന ഫ്രെഡറിക് ഷില്ലറാണ്. ഫ്രെഡറിക് ഷില്ലർ പറയുന്നുണ്ട്, സാഹിത്യവും കലയും നൽകുന്നത് സൗന്ദര്യാത്മക വിദ്യാഭ്യാസമാണ് എന്ന്. മനുഷ്യൻ്റെ സൗന്ദര്യാത്മക വിദ്യാഭ്യാസത്തെപ്പറ്റി എന്ന കൃതിയിൽ അദ്ദേഹം അത് വാദിക്കുന്നുണ്ട്. 1795 ആ പുസ്തകം അദ്ദേഹം എഴുതുന്നത്. ബുദ്ധി കൊണ്ട് മാത്രമല്ല, വികാരം കൊണ്ടുകൂടിയാണ് മനുഷ്യൻ ജീവിക്കുന്നത് എന്നും വികാരമണ്ഡലത്തെ വികസിപ്പിക്കുന്നതും സമകാലികമാക്കുന്നതും സൗന്ദര്യാത്മക വിദ്യാഭ്യാസമാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഭൗതിക വസ്തുക്കളും ചരക്കുകളും മാത്രമല്ല മനുഷ്യരെ ഒരു സമൂഹവുമായി ബന്ധിപ്പിക്കുന്നത്, സൗന്ദര്യാത്മകമായ ഉൽപ്പന്നങ്ങൾ കൊണ്ടുകൂടിയാണ് എന്ന് അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട്. മനുഷ്യർ പരസ്പരം അങ്ങനെ ബന്ധിതരായിരിക്കുകയാണ് സൗന്ദര്യാത്മകമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ വഴി. സൗന്ദര്യാത്മകമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് എന്താ? സാഹിത്യവും കലകളുമാണ് സൗന്ദര്യാത്മകമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ. അപ്പോൾ സാഹിതീയവും സൗന്ദര്യാത്മകവുമായ ഉൽപ്പന്നങ്ങളാലാണ് മനുഷ്യനിങ്ങനെ പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഇങ്ങനെ സാഹിതീയവും സൗന്ദര്യാത്മകവുമായിട്ടുള്ള ഉൽപ്പന്നങ്ങളാൽ പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യരുടെ സമുദായത്തെ അദ്ദേഹം സൗന്ദര്യാത്മക സമുദായം എന്നാണ് വിളിക്കുന്നത്. സൗന്ദര്യാത്മക സമുദായം സാമൂഹിക ബന്ധത്തിൻ്റെയും സാമൂഹിക വിനിമയത്തിൻ്റെയും ഉയർന്ന ഒരു രൂപമെന്ന നിലയിലാണ് അദ്ദേഹം അതിനെ കാണുന്നത്. ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യാഭ്യാസം കിട്ടുന്ന ഒരു വിദ്യാർത്ഥി വികാരം കൊണ്ട് ഏറ്റവും പ്രാകൃതനാണെങ്കിൽ അവന് ശരിയായ വിദ്യാഭ്യാസം കിട്ടിയെന്ന് പറയാൻ പറ്റും. ആധുനിക വിദ്യാഭ്യാസം നേടിയിട്ട് അതുകൊണ്ട് ഒരു ഗുണവുമില്ല. അദ്ദേഹം ഇപ്പോഴും ചിന്തിക്കുന്നത് നൂറ്റാണ്ടുകൾക്കപ്പുറത്തെ മനുഷ്യൻ ചിന്തിക്കുന്നത് പോലെ തന്നെയാണ് എങ്കിൽ ആ വിദ്യാഭ്യാസം കൊണ്ട് യാതൊരു അർത്ഥവുമില്ല. അവന് വിദ്യാഭ്യാസം കിട്ടിയെന്ന് പറയാൻ സാധ്യമല്ല. ഏറ്റവും പുതിയ ഉൽപ്പന്നങ്ങൾ വീട്ടിൽ കുമിഞ്ഞുകൂടി കിടക്കുമ്പോഴും ഏറ്റവും പ്രാകൃതമായ ഒരു സൗന്ദര്യബോധമാണ് മനുഷ്യനുള്ളത് എങ്കിൽ അയാൾ പുതിയ കാലത്ത് ജീവിക്കുന്നു എന്ന് പറയാൻ കഴിയില്ല. അയാളെ നിയന്ത്രിക്കുന്നത് പ്രാകൃതമായിട്ടുള്ളൊരു സൗന്ദര്യബോധമാണ് എന്ന് പറയേണ്ടി വരും. അദ്ദേഹത്തെ നമുക്ക് പുതിയ കാലത്തെ മനുഷ്യനായിട്ട് പരിഗണിക്കുക പോലും സാധ്യമല്ല. ഷില്ലറുടെ നിരീക്ഷണത്തെ ലേഖകൻ വിശദീകരിക്കുന്നത് അങ്ങനെയാണ്. ബൗദ്ധിക വിദ്യാഭ്യാസം വിവരശേഖരത്തെ മാത്രമാണ് അടിസ്ഥാനമാക്കുന്നത്. എന്നാൽ സൗന്ദര്യാത്മക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വികാരമണ്ഡലത്തെയാണ് സംബോധന ചെയ്യുന്നത്. ഇതാണ് ബൗദ്ധിക വിദ്യാഭ്യാസം. ഭൗതിക വിദ്യാഭ്യാസമല്ല കേട്ടോ, ബൗദ്ധിക വിദ്യാഭ്യാസം വിവരശേഖരണത്തെ മാത്രമാണ് അടിസ്ഥാനമാക്കുന്നത്. എന്നാൽ സൗന്ദര്യാത്മകമായിട്ടുള്ള വിദ്യാഭ്യാസം വികാരമണ്ഡലത്തെയാണ് സംബോധന ചെയ്യുന്നത്. ആ നിലയിൽ അത് വൈകാരികമായ വിദ്യാഭ്യാസം തന്നെയാണ്. അപ്പോൾ സൗന്ദര്യാത്മകമായ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വൈകാരികമായ വിദ്യാഭ്യാസം തന്നെയാണ്. പ്രകൃതിയോടും സമൂഹത്തോടും എതിർലിംഗത്തോടുമുള്ള പെരുമാറ്റത്തെയും വികാരപരമായിട്ടുള്ള ബന്ധത്തെയുമൊക്കെ നവീകരിക്കുന്ന ഒരു പ്രക്രിയയാണ് സൗന്ദര്യാത്മകമായ വിദ്യാഭ്യാസത്തിൽ സംഭവിക്കുന്നത്. എന്നാൽ ബൗദ്ധിക വിദ്യാഭ്യാസത്തിൽ അത് സംഭവിക്കുന്നില്ല. വിവരശേഖരണങ്ങൾ മാത്രമാണ് അതിൽ സംഭവിക്കുന്നത്. വികാരവുമായിട്ട് അതിന് ബന്ധമില്ല. സമൂഹത്തോട് എങ്ങനെ പെരുമാറണമെന്നത് പഠിപ്പിക്കുന്നില്ല. എതിർലിംഗത്തോട് എങ്ങനെ പെരുമാറണമെന്നത് പഠിപ്പിക്കുന്നില്ല. അതുപോലെ അത് പ്രകൃതിയോട് എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിക്കുന്നില്ല. ഇതെല്ലാം പഠിക്കുന്നത് സൗന്ദര്യാത്മകമായ വിദ്യാഭ്യാസമാണ്. വൈകാരികപരമായിട്ടുള്ള വിദ്യാഭ്യാസത്തിലൂടെയാണ് അത് സാധ്യമാവുന്നത്. ഇപ്പോൾ ലൈംഗിക വിദ്യാഭ്യാസം നൽകിയാൽ ആൺ പെൺ ബന്ധം മെച്ചപ്പെടുമെന്നും സ്ത്രീപീഡനം കുറയുമെന്നുമുള്ള ഒരു ധാരണയുണ്ട്. എന്നാൽ അത് തെറ്റുധാരണയാണ് എന്ന് ലേഖകൻ സൂചിപ്പിക്കുന്നുണ്ട്. കാരണം
നമ്മുടെ ബോധത്തിനകത്ത് കയറിയാണ് ഇത് പ്രവർത്തനം നടത്തേണ്ടത്. വൈകാരികമായിട്ടുള്ളൊരു കാര്യമാണത്. കാമത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള ബുദ്ധിപരമായിട്ടുള്ള അറിവല്ല നമുക്ക് ഇവിടെ വേണ്ടത്, വൈകാരികമായിട്ടുള്ള തിരിച്ചറിവാണ്. കാമത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള ബുദ്ധിപരമായ അറിവ് നമുക്ക് അവിടെ ഗുണപരമാവില്ല, മറിച്ച് അതേ സംബന്ധിച്ചുള്ള സൗന്ദര്യാത്മകമായിട്ടുള്ള വിദ്യാഭ്യാസമാണ് ഈ സന്ദർഭത്തിൽ നേടേണ്ടത്, വിദ്യാർത്ഥികൾക്ക് നൽകേണ്ടത്. കാമത്തെ പ്രേമമാക്കുന്ന സൗന്ദര്യാത്മകമായ വിദ്യാഭ്യാസം. കാമം എന്നത് എന്താണ് എന്നും പ്രേമം എന്നത് എന്താണ് എന്നും തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ കാമത്തെ പ്രേമമാക്കുന്ന ഒരു സൗന്ദര്യാത്മകമായ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ മനുഷ്യൻ മനുഷ്യനാവുകയുള്ളൂ. അല്ലാതെ ലൈംഗിക വിദ്യാഭ്യാസം നേടിക്കൊടുത്തതുകൊണ്ട് സ്ത്രീപീഡനം കുറയുമെന്നുള്ള ധാരണ ശരിയല്ല എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാമത്തെ പ്രേമമാക്കുന്ന സൗന്ദര്യാത്മകമായ വിദ്യാഭ്യാസമാണ് ഇണയോടുള്ള ബന്ധത്തെ നവീകരിക്കുന്നത്. ഒരാൾ കാമത്തോടുകൂടി മറ്റൊരാളെ സമീപിക്കുന്നത്, എതിർ ലിംഗത്തിലുള്ള ഒരാളെ സമീപിക്കുന്നതും ഒരാൾ പ്രേമത്തോടുകൂടി സമീപിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാമത്തെ എങ്ങനെയാണ് പ്രണയമാക്കി പ്രേമമാക്കി മാറ്റുന്നത് എങ്ങനെയാണത് നവീകരിക്കുന്നത്, കാമത്തെ പ്രേമമാക്കി എങ്ങനെ അത് നവീകരിക്കുന്നു എന്നത് സൗന്ദര്യാത്മകമായ വിദ്യാഭ്യാസത്തിലൂടെയാണ് പഠിക്കുന്നത്. ബൗദ്ധികമായ വിദ്യാഭ്യാസം നമ്മളെ അക്കാര്യം പഠിപ്പിക്കുന്നില്ല. കുമാരനാശാൻ്റെ കൃതികളൊക്കെ ഒരു മലയാളി എന്തിന് പഠിക്കണമെന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കൂടിയാണത്. യഥാർത്ഥത്തിൽ 10ാം തരം വരെ മാത്രമുള്ള ഭാഷാ പഠനമല്ല, അതും കഴിഞ്ഞ് വികാര വളർച്ചയുടെ പ്രായത്തിൽ ലഭിക്കുന്ന സൗന്ദര്യാത്മകമായ വിദ്യാഭ്യാസമാണ് സ്ത്രീപീഡകനായി തീരുമായിരുന്ന ഒരു യുവാവിനെ പ്രേമമുള്ള ഒരു കാമുകനാക്കി മാറ്റുന്നത്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. കാമവും പ്രണയവും തമ്മിലുള്ള വ്യത്യാസമാണത്. ഇണയോടുള്ള ഏകപക്ഷീയമായ വികാരമാണല്ലോ കാമം. എന്നാൽ ഇണയുടെ ആഗ്രഹപാത്രമായി താൻ മാറിത്തീരണമെന്നുള്ള വികാരം കൂടി ചേരുമ്പോൾ അത് പ്രേമമായിത്തീരുന്നു. അതാണ് കാമവും പ്രേമവും തമ്മിലുള്ള വ്യത്യാസം. എതിർലിംഗത്തോടുള്ള ഏകപക്ഷീയമായിട്ടുള്ള വികാരമാണ് കാമം. എന്നാൽ ആ കാമം പ്രണയമായി തീരണമെങ്കിൽ ഇണയുടെ ആഗ്രഹത്തിനൊത്ത് താൻ പ്രവർത്തിക്കണം എന്നുള്ള ഒരു തോന്നൽ കൂടി വരുന്നുണ്ട്. അപ്പോൾ അത് പ്രണയമായിത്തീരുന്നു. കോളേജ് ക്ലാസ്സുകളിലും സാഹിത്യം നിർബന്ധ പഠന വിഷയമാക്കണമെന്ന് പലരും വാദിച്ചത് സൗന്ദര്യാത്മകമായ വിദ്യാഭ്യാസത്തിൻ്റെ ഈ പ്രസക്തി മനസ്സിലാക്കുന്നത് കൊണ്ടാണ് എന്ന് അദ്ദേഹം നിരീക്ഷിക്കുന്നു. ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് പരിഹരിക്കാൻ ആത്മീയ വിദ്യാഭ്യാസം കൊണ്ട് സാധ്യമാവും എന്നാണ് മതസംഘടനകളുടെയും അതുപോലെ ആത്മീയ പ്രസ്ഥാനങ്ങളുടെയും ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളുടെ അധികാരികളൊക്കെ പറഞ്ഞു വരുന്നത്. അവരൊക്കെ അങ്ങനെയാണ് വിചാരിക്കുന്നത്. എന്നാൽ മതപരമായ വിദ്യാഭ്യാസം സൗന്ദര്യാത്മകമായ വിദ്യാഭ്യാസത്തിന് പകരമാവുന്നില്ല. അതിന് അദ്ദേഹം ഉദാഹരണം പറയുന്നത്, മോശയുടെ 10 പ്രമാണങ്ങൾ അക്കമിട്ട് പഠിപ്പിക്കുന്ന ബൗദ്ധിക വിദ്യാഭ്യാസത്തേക്കാൾ ഫലപ്രദമായിട്ടുള്ളത് ക്രിസ്തു പറഞ്ഞു തരുന്ന കഥകൾ നൽകുന്ന വൈകാരിക വിദ്യാഭ്യാസം തന്നെയാണ് എന്നാണ്. അപ്പോൾ മതപരമായ പ്രമാണങ്ങളെക്കാൾ സൗന്ദര്യാത്മകമായ ഒരു തലത്ത് നിൽക്കുന്ന കഥകൾക്കാണ് പ്രാധാന്യം എന്നാണ് ലേഖകൻ സൂചിപ്പിക്കുന്ന ഒരു വസ്തുത. മതവിദ്യാഭ്യാസമാണ് മൂല്യവിദ്യാഭ്യാസം എന്ന ഒരു തെറ്റിദ്ധാരണയുണ്ട്. അതും തിരുത്തേണ്ടതാണ് എന്ന് ലേഖകൻ സൂചിപ്പിക്കുന്നു. മതവിദ്യാഭ്യാസത്തിൽ ഉൾച്ചേരുന്ന മാനുഷിക മൂല്യങ്ങൾ ഏറ്റവും സമകാലികമാവുകയാണ് സാഹിത്യ വിദ്യാഭ്യാസത്തിലൂടെ എന്നാണ് അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം. സമകാലികതയിലേക്ക് മനുഷ്യനെ എത്തിച്ചേർക്കുന്നത് സാഹിത്യ വിദ്യാഭ്യാസത്തിലൂടെയാണ് എന്നാണ് അദ്ദേഹം നിരീക്ഷിക്കുന്ന ഒരു കാര്യം. ഏറ്റവും പുതിയ സാഹിത്യകൃതികൾ, ഏറ്റവും പുതിയ ധാർമ്മിക സമസ്യകളെയാണ് വിദ്യാർത്ഥിക്ക് സൗന്ദര്യാനുഭവമായിട്ട് നൽകുന്നത്. അപ്പോൾ കാലത്തോട് ചേർത്ത് നിർത്തിക്കൊണ്ടാണ്, സമകാലികതയോട് ചേർത്ത് നിർത്തിക്കൊണ്ടാണ് സമകാലികതയുടെ സംഘർഷങ്ങളെയും സമകാലികതയുടെ പ്രശ്നങ്ങളെയും സാമൂഹിക ജീവിതത്തെയും ഒക്കെയാണ് സൗന്ദര്യാത്മകമായിട്ടുള്ള വിദ്യാഭ്യാസം മുന്നോട്ട് വയ്ക്കുന്നത്, സാഹിത്യകൃതികളിലൂടെ അത് മുന്നോട്ട് വയ്ക്കുന്നത്. സാഹിത്യമെന്നിവിടെ ഉദ്ദേശിക്കുന്നത് വാമൊഴി വരമൊഴി വ്യത്യാസമില്ലാതെ എല്ലാ സാഹിത്യ രൂപങ്ങളെയുമാണ്, എല്ലാ കലാസൃഷ്ടികളെയുമാണ്, ആധുനിക മാധ്യമ സംസ്കാരത്തെയാണ്, മാനവിക ശാസ്ത്രങ്ങളെയാണ് ഇവിടെ സാഹിത്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം വീണ്ടും അത് വിശദീകരിക്കുന്നുണ്ട്. മൂല്യവിദ്യാഭ്യാസം എന്ന് പറയുന്നത് മതവിദ്യാഭ്യാസമല്ല, സൗന്ദര്യാത്മകമായ വിദ്യാഭ്യാസമാണ്.
അപ്പോൾ മൂല്യ വിദ്യാഭ്യാസം നേടേണ്ടത് മതവിദ്യാഭ്യാസത്തിലൂടെയല്ല, അത് സൗന്ദര്യാത്മകമായ വിദ്യാഭ്യാസത്തിലൂടെ ആണ് എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുകയാണ്. മുമ്പ് പണ്ഡിറ്റ് KP കറുപ്പൻ പറഞ്ഞതുപോലെ ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും ആരാധനാലയത്തിലേക്ക് എല്ലാവർക്കും പ്രവേശനമുണ്ട്, അത് എല്ലാവർക്കും പൊതുവായുള്ളതാണ് എന്നാണ് പണ്ഡിറ്റ് KP കറുപ്പൻ പറഞ്ഞത്. മതവിദ്യാഭ്യാസത്തിലേക്ക് പലപ്പോഴും അത്തരത്തിലൊരു തുറന്ന വാതിൽ ലഭ്യമാവുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ സൗന്ദര്യാത്മകമായ വിദ്യാഭ്യാസത്തിന് ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും ആരാധനാലയത്തിലേക്ക് സർവർക്കും പ്രവേശനമുണ്ട്, അത് സർവ്വ മനുഷ്യർക്കും വേണ്ടി തുറന്നിട്ടിരിക്കുകയാണ് എന്നാണ് പണ്ഡിറ്റ് KP കറുപ്പൻ പറഞ്ഞത്. അത് തന്നെ ലേഖകനും ആവർത്തിക്കുന്നു. അതുപോലെ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്, ഈ സൗന്ദര്യാത്മകമായ വിദ്യാഭ്യാസം, നമ്മൾ നേരത്തെ പറഞ്ഞ സാഹിത്യത്തിൽ ഊന്നിക്കൊണ്ടുള്ള സൗന്ദര്യാത്മകമായിട്ടുള്ള വിദ്യാഭ്യാസം മെഡിക്കൽ എൻജിനീയറിംഗ് കോഴ്സുകൾക്കും ഉണ്ടാവണം എന്നതാണ്. അപ്പോൾ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഒരു പുസ്തകമുണ്ട്, ആരോഗ്യ നികേതനം എന്നൊരു പുസ്തകം. താരാശങ്കർ ബാനർജിയുടെ ഒരു നോവലാണ് ആരോഗ്യ നികേതനം. നിങ്ങളത് കണ്ടിട്ടുണ്ടാവും, ആരോഗ്യ നികേതനം എന്ന പുസ്തകം. ഇത് എല്ലാവരും വായിക്കേണ്ടുന്ന ഒരു പുസ്തകമാണ്. ഈ നോവൽ MBBS പഠിക്കുന്ന എല്ലാവരുടെയും വായനയിലേക്ക് ക്ഷണിക്കുകയാണ്. MBBS എന്ന കോഴ്സിൻ്റെ തന്നെ ഭാഗമാവണം ഈ നോവൽ എന്നാണ് ലേഖകൻ്റെ അഭിപ്രായം. ഓരോ ഇന്ത്യക്കാരനും ഓരോ വിദ്യാർത്ഥിയും വായിച്ചിരിക്കേണ്ടുന്ന ഒരു പുസ്തകമാണ് ആരോഗ്യ നികേതനം എന്നാണ് മലയാളത്തിൻ്റെ പ്രിയ കഥാകാരൻ T പത്മനാഭൻ ഇതേക്കുറിച്ച് പറഞ്ഞത്. ഒരു ബംഗാളി നോവലാണ് ആരോഗ്യ നികേതനം. ബംഗാളി നോവൽ ലോക സാഹിത്യത്തിന് തന്നെ നൽകിയിട്ടുള്ള അമൂല്യമായിട്ടുള്ള ഒരു സംഭാവനയാണ് ഈ നോവൽ. ഭാരതീയമായ ക്ലാസിക് ഭാവശില്പങ്ങളിൽ ഉന്നത സ്ഥാനം പുലർത്തുന്ന ഈ നോവൽ മൃത്യു, രോഗം, വൈദ്യം തുടങ്ങി ജീവിതത്തെ ചൂഴ്ന്നു നിൽക്കുന്ന വിഷയങ്ങൾ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കുന്നു എന്നാണ് ഇതിൻ്റെ ആമുഖത്തിൽ കുറിച്ചിരിക്കുന്നത്. ആത്മീയമായിട്ടുള്ളൊരു ആഖ്യാനമാണ് ഇതിൻ്റെ പ്രത്യേകത. വൈദ്യവൃത്തി എന്ന് പറയുന്നത് ഒരു തപസ്സാണ്. അങ്ങനെയുള്ളവർക്ക് ആ പണിയിൽ ശോഭിക്കാൻ കഴിയൂ, അതിൽ വിജയിക്കാൻ കഴിയൂ എന്ന് ഈ നോവൽ വിളിച്ചു പറയുന്നുണ്ട്. പാരമ്പര്യ ചികിത്സകനും നാഡീപരിശോധകനുമായിട്ടുള്ള ജീവൻ മശായിയുടെ ജീവിതമാണ് ഈ നോവലിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. എന്നാൽ അത് ജീവൻ മശായിയുടെ ജീവിതം മാത്രമല്ല, കലാധിവർത്തിയായിട്ടുള്ള അനേകം ആശയങ്ങൾ ഈ പുസ്തകത്തിൽ ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഈ പുസ്തകം വായിച്ചിരിക്കണമെന്നാണ് ഇത് വായിച്ചിട്ടുള്ള ആളുകൾ എല്ലാവരും അഭിപ്രായപ്പെടുന്നത്. ലേഖകനും അതുതന്നെ സൂചിപ്പിക്കുന്നു. ഇത് വായിക്കണം എന്ന് മാത്രമല്ല, മെഡിക്കൽ കോഴ്സിൻ്റെ തന്നെ ഭാഗമാവണം ഈ പുസ്തകം എന്നാണ് അദ്ദേഹം നിർദ്ദേശിക്കുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ ലേഖകൻ പറയുന്ന ഒരു വസ്തുതയുണ്ട്. നമുക്കറിയാവുന്നൊരു പുസ്തകമാണ് ഭൂമിയുടെ അവകാശികൾ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഭൂമിയുടെ അവകാശികൾ എന്ന കഥ എൻജിനീയറിംഗ് കോഴ്സിൻ്റെ കൂടെ പഠിപ്പിക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു നിർദ്ദേശം. കാരണം മനുഷ്യനോടും ഭൂമിയോടും ആരോഗ്യകരമായിട്ടുള്ള ബന്ധം സൂക്ഷിക്കുന്ന ഡോക്ടറും എൻജിനീയറും അതുവഴിയാണ് പുറത്തു വരിക. അവരവരുടെ കോഴ്സിൻ്റെ ഭാഗമായി ഇത്തരത്തിൽ സൗന്ദര്യാത്മകമായിട്ടുള്ള വിദ്യാഭ്യാസം കൂടി നേടിയിരിക്കണം എന്നാണ് ലേഖകൻ സൂചിപ്പിക്കുന്നത്. അത് ഇതുപോലെയുള്ള നോവലുകളിലൂടെയും കഥകളിലൂടെയും മാത്രമേ നേടാനാവൂ എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഈ തിരിച്ചറിവ് പാശ്ചാത്യ സർവകലാശാലകൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ലേഖകൻ അത് സൂചിപ്പിക്കുന്നുണ്ട്. വൈദ്യമാനവിക ശാസ്ത്രം, മെഡിക്കൽ ഹ്യൂമാനിറ്റീസ് എന്നാണ് ആ കോഴ്സിൻ്റെ പേര്. അങ്ങനെ ഒരു പഠനശാഖ തന്നെ പാശ്ചാത്യ സർവകലാശാലകളിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ സൗന്ദര്യാത്മകമായ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പാശ്ചാത്യർ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് എന്ന് ലേഖകൻ സൂചിപ്പിക്കുകയാണ്. സൗന്ദര്യാത്മകമായ വിദ്യാഭ്യാസമില്ലാതെ എത്ര വലിയ വിദ്യാഭ്യാസമുണ്ടായിട്ടും കാര്യമില്ല എന്ന് അദ്ദേഹം നിരവധി ഉദാഹരണങ്ങളിലൂടെ സൂചിപ്പിക്കുന്നുണ്ട്. അതിന് അദ്ദേഹം സൂചിപ്പിക്കുന്ന ഒരു ഉദാഹരണം ജനിതക ശാസ്ത്രത്തിലെ ഏറ്റവും വലിയ കുതിച്ചുചാട്ടങ്ങളിലൊന്നായ വാട്സൺ ക്രിക്ക് കണ്ടുപിടുത്തത്തിന് കാരണക്കാരിൽ ഒരാളായിട്ടുള്ള ജെയിംസ് വാട്സനെക്കുറിച്ചുള്ള ഒരു കാര്യമാണ്. ജെയിംസ് വാട്സൺ വംശീയ വിരോധം പ്രചരിപ്പിക്കുന്നതിൻ്റെ പേരിൽ ലബോറട്ടറിയിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. DNA പ്രകാരം മനുഷ്യരെ വേർതിരിച്ച വാട്സണ് മനുഷ്യരെ ഐക്യപ്പെടുത്തുന്ന വിശാലമായ ഒരു സൗന്ദര്യബോധം ഉണ്ടായിരുന്നില്ല. ആ സൗന്ദര്യബോധത്തിൻ്റെ അഭാവമാണ് അദ്ദേഹത്തെ ലബോറട്ടറിയിൽ നിന്ന് പുറത്താക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയത്. വാട്സന് ഉണ്ടായിരുന്നത് ശാസ്ത്രബോധമായിരുന്നു, ഇല്ലാതെ പോയത് സൗന്ദര്യാത്മകമായ ബോധമായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ മനുഷ്യനെ അടുപ്പിക്കാൻ,
മനുഷ്യനെ തമ്മിൽ ഇണക്കാൻ പോന്ന ഒരു സൗന്ദര്യബോധമാണ് അദ്ദേഹം പ്രകടിപ്പിക്കുക. അല്ലാതെ വംശീയ വിരോധം പ്രകടിപ്പിക്കുന്ന ആശയമല്ല അദ്ദേഹത്തിൻ്റെ നാവിൻ തുമ്പിൽ നിന്നും വരിക. പക്ഷേ നിർഭാഗ്യവശാൽ അതാണ് സംഭവിച്ചത്. അപ്പോൾ ശാസ്ത്രം അറിയാവുന്ന ഒരാൾക്ക് സൗന്ദര്യബോധമില്ലെങ്കിൽ അതിൻ്റെ ഫലം അപകടമായിരിക്കും എന്നാണ് ലേഖകൻ സൂചിപ്പിക്കുന്ന ഒരു വസ്തുത. മഹാനായ ശാസ്ത്രജ്ഞനാകുമ്പോഴും നീചനായ ഒരു മനുഷ്യനായി തീരാമെന്ന് വാട്സൻ്റെ ഉദാഹരണത്തിലൂടെ അദ്ദേഹം കാണിക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ നമ്മൾ അതിൻ്റെ മറുവശം കൂടി കാണേണ്ടതുണ്ട് കേട്ടോ. കാരണം ശാസ്ത്രജ്ഞനായിരിക്കുമ്പോഴും നല്ലൊരു മനുഷ്യനായ എത്ര മനുഷ്യരെ നമുക്ക് കാണാൻ പറ്റും. APJ അബ്ദുൽ കലാം നമ്മുടെ മുമ്പിൽ ഒരു ഉദാഹരണമായിട്ടുണ്ട്. നേരത്തെ വൈദ്യമാനവിക ശാസ്ത്ര കോഴ്സുകളെക്കുറിച്ച് പറഞ്ഞല്ലോ. 60കളിൽ തന്നെ അമേരിക്കയിലും തുടർന്നുള്ള ദശകങ്ങളിൽ യൂറോപ്പിലാകെയും പലയിടത്തുമായി ഇത്തരത്തിലുള്ള കോഴ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. അവിടുത്തെ മെഡിക്കൽ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി ഡോക്ടർമാരുടെ കോഴ്സിൽ സാഹിത്യവും കലയും സാമാന്യ വിജ്ഞാനങ്ങളുമൊക്കെ ഉൾപ്പെടുത്തുന്ന ഒരു പാഠ്യപദ്ധതിയാണ് ഈ കോഴ്സ് മുന്നോട്ട് വയ്ക്കുന്നത്. ന്യൂയോർക്ക് സർവകലാശാലയിലെ വൈദ്യശാസ്ത്ര പഠനത്തിൽ ഫെലിസ് ഔളും ജോർജ് വാഷിങ്ടൺ സർവകലാശാലയിലെ ലിൻഡ റാഫേലും നിരവധി വർഷങ്ങൾ ഈ കോഴ്സ് നടത്തിയിട്ടുണ്ട്. ഉയർന്ന ഡോക്ടർമാരെ ഉന്നതരായ മനുഷ്യരാക്കി തീർക്കുന്ന ഒരു കോഴ്സായിട്ടാണ് ഇവരത് വിഭാവനം ചെയ്തിരിക്കുന്നത്, സംവിധാനം ചെയ്തിരിക്കുന്നത്. വൈദ്യധാർമ്മികത, അതായത് മെഡിക്കൽ എത്തിക്സ്, വൈദ്യ മാനവിക ശാസ്ത്രം എന്ന വിശാല മേഖലയിലെ ഒരു ഘടകം മാത്രമാണ് എന്ന് പലരും തിരിച്ചറിഞ്ഞിട്ടുള്ളതായി ലേഖകൻ സൂചിപ്പിക്കുന്നുണ്ട്. എഞ്ചിനീയറിംഗ് കോഴ്സിലും പലയിടത്തും സാഹിത്യം ഉൾപ്പെടുന്ന മാനവിക വിഷയങ്ങൾ പഠന പദ്ധതിയുടെ ഭാഗമായി ഉൾപ്പെടുത്തുകയും അത് പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഇതുവരെ പറഞ്ഞത് ഡോക്ടർമാരുടെയും എഞ്ചിനീയർമാരുടെയും കാര്യം മാത്രമാണ്. എന്നാൽ ലേഖകൻ സൂചിപ്പിക്കുന്നത് ഡോക്ടർമാർക്കും എഞ്ചിനീയർമാർക്കും മാത്രമല്ല, എല്ലാ പ്രൊഫഷണൽ കോഴ്സുകൾക്കും സൗന്ദര്യാത്മകമായിട്ടുള്ള വിദ്യാഭ്യാസം ആവശ്യമാണ് എന്നാണ്. വക്കീലന്മാർക്കും ന്യായാധിപന്മാർക്കുമൊക്കെ ഇത് ബാധകമാണ് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. സാഹിത്യത്തെയും സൗന്ദര്യ മേഖലയെയും മനസ്സിലാക്കാൻ കഴിയാത്തത് നീതിന്യായ വ്യവസ്ഥയിൽ പ്രശ്നമുണ്ടാക്കുന്നുണ്ട്. സ്ഥലവും കാലവും കണക്കാക്കിയുള്ള ആധുനിക യുക്തിയിൽ നിന്നും വ്യത്യസ്തമായാണ് ഭാവനാലോകം നിലനിൽക്കുന്നത് എന്ന് തിരിച്ചറിയാതിരിക്കുന്നത് വലിയ സാമൂഹിക പ്രശ്നമായിട്ടാണ് ലേഖകൻ ചൂണ്ടിക്കാണിക്കുന്നത്. അത് വലിയ സാമൂഹ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം നിരീക്ഷിക്കുന്നു. സാഹിത്യം എന്താണ് എന്നും ചരിത്രം എന്താണ് എന്നും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ടല്ലോ. സാഹിതീയ പഠനങ്ങളെ ചരിത്ര പാഠങ്ങളാക്കി തെറ്റിദ്ധരിച്ചതാണ് ബാബരി മസ്ജിദ് പൊളിച്ചു മാറ്റുന്നത് പോലെയുള്ള വലിയ കുഴപ്പങ്ങളിലേക്ക് നയിക്കപ്പെടുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നത്. സാഹിത്യത്തെ ചരിത്രമായി തെറ്റിദ്ധരിച്ച് ബാബരി മസ്ജിദ് പൊളിച്ചതുപോലെ തന്നെ ഉള്ള ഒരു പ്രശ്നമാണ് അത് കുഴിച്ചു നോക്കി ചരിത്രാവശിഷ്ടം പരിശോധിക്കാനുള്ള വിധിയിലും ഉള്ളത്. അപ്പോൾ ന്യായാധിപന്മാർക്ക്, നമ്മുടെ വക്കീലന്മാർക്കും ന്യായാധിപന്മാർക്കും സാഹിത്യം ഏതാണ് എന്നും ചരിത്രം ഏതാണ് എന്നും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എന്ന നിരീക്ഷണം ലേഖകൻ നടത്തുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമായി വേണം വിലയിരുത്താൻ. അപ്പോൾ സാമൂഹിക വിധ്വംസക പ്രവർത്തനങ്ങളെയും അതിനെ അതേ മട്ടിൽ തന്നെ നോക്കിക്കാണുന്ന നീതിന്യായ വ്യവസ്ഥയും ഇവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. അത് സാഹിത്യത്തെ സംബന്ധിച്ചുള്ള ധാരണ ഇല്ലാത്തതുകൊണ്ടാണ് എന്നാണ് ലേഖകൻ സൂചിപ്പിക്കുന്നത്. രാമൻ ജനിച്ചത് എവിടെയാണ്? രാമൻ ജനിച്ചത് വാൽമീകിയുടെ മനസ്സിലാണ്. രാമൻ ജനിച്ചത് വാൽമീകിയുടെ മനസ്സിലാണ് എന്ന് മനസ്സിലാവണമെങ്കിൽ ചരിത്ര വിദ്യാഭ്യാസം മാത്രം പോരാ, സൗന്ദര്യാത്മകമായ വിദ്യാഭ്യാസം തന്നെ വേണം. സാഹിത്യകൃതികളെയും സാഹിത്യകാരന്മാരെയും മതങ്ങളും നീതിപീഠങ്ങളും വിചാരണയ്ക്ക് വിധേയമാക്കുന്നത് സൗന്ദര്യാത്മകമായ വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് കൊണ്ടാണ് എന്ന് ലേഖകൻ നിരീക്ഷിക്കുന്നുണ്ട്. യൂറോപ്പിൽ നിന്നും വ്യത്യസ്തമായി സാഹിത്യ സംസ്കാരം ഇന്ത്യൻ സമൂഹത്തിലും ഇന്ത്യൻ ഭാഷകളിലും ആഴത്തിൽ വേരോടിയിട്ടുള്ളതാണെന്ന തിരിച്ചറിവ് ഇന്ന് നമുക്കുണ്ട്. ഇന്ത്യൻ ഭാഷകളും സാഹിത്യവും അറിയാതിരിക്കുന്നത് സമൂഹത്തെയും സമൂഹ മനസ്സിനെയും മനസ്സിലാക്കുന്നതിന് തടസ്സമാകുന്നുണ്ട് എന്നും ലേഖകൻ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വരുന്ന വസ്തുത ഇതാണ്: മനുഷ്യരെ മനസ്സിലാക്കണമെങ്കിൽ, സമൂഹത്തെ മനസ്സിലാക്കണമെങ്കിൽ, ആഴത്തിൽ അറിയണമെങ്കിൽ ഭാഷകളെയും സാഹിത്യത്തെയും സാഹിത്യമൂല്യത്തെയും സൗന്ദര്യാത്മകമായിട്ടുള്ള ഒരു തലത്തിൽ നിന്നുകൊണ്ട് കാണണം എന്നുള്ളതാണ്. അപ്പോൾ സൗന്ദര്യാത്മകമായിട്ടുള്ള വിദ്യാഭ്യാസമാണ് ഏറ്റവും അനിവാര്യമായിരിക്കുന്നത് എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അദ്ദേഹം ലേഖനം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഹിപ്പോക്രാറ്റസിൻ്റെ പ്രതിജ്ഞ ഹിപ്പോക്രസി ആകാതിരിക്കണമെങ്കിൽ
ആ മൂല്യങ്ങൾ സൗന്ദര്യാത്മകമായ തലത്തിൽ വിദ്യാർത്ഥിയിലേക്ക് വിനിമയം ചെയ്യപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. വിദ്യാഭ്യാസം കഴിഞ്ഞ് വൈദ്യവൃത്തിയിലേക്ക് പ്രവേശിക്കുന്ന എല്ലാവരും ഒരു പ്രതിജ്ഞ എടുക്കാറുണ്ട്. അത് ഹിപ്പോക്രാറ്റസിൻ്റെ പ്രതിജ്ഞയാണ്. ആ പ്രതിജ്ഞ വൈദ്യത്തിൻ്റെ മാനവികതയെ സംബന്ധിച്ചാണ്, അതിൻ്റെ ആത്മാർത്ഥതയെ സംബന്ധിച്ചാണ്, അതിൻ്റെ മൂല്യത്തെ സംബന്ധിച്ചാണ്, താൻ പുലർത്തേണ്ടുന്ന ധാർമ്മികതയെ സംബന്ധിച്ചാണ്. ആ ധാർമ്മികത ഹിപ്പോക്രസി ആവാതിരിക്കണമെങ്കിൽ സൗന്ദര്യാത്മകമായ വിദ്യാഭ്യാസം നേടിയിരിക്കണം എന്നാണ് ലേഖകൻ സൂചിപ്പിക്കുന്ന കാര്യം. അപ്പോൾ എന്താണ് സൗന്ദര്യാത്മകമായ വിദ്യാഭ്യാസം? എങ്ങനെയാണ് മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തും എൻജിനീയറിംഗ് വിദ്യാഭ്യാസ രംഗത്തും എല്ലാ പ്രൊഫഷണൽ വിദ്യാഭ്യാസ രംഗത്തും സാഹിത്യം ഒരു വിഷയമായി തീരേണ്ടത് എന്നും അതിൻ്റെ ആവശ്യകത എന്താണ് എന്നും അദ്ദേഹം ഈ ലേഖനത്തിൽ ബോധ്യപ്പെടുത്തുന്നുണ്ട്. സൗന്ദര്യാത്മകമായ വിദ്യാഭ്യാസത്തിലൂടെ എങ്ങനെയാണ് മൂല്യവിദ്യാഭ്യാസം നടക്കുന്നത് എന്നും നിലവിലുള്ള മൂല്യവിദ്യാഭ്യാസത്തെ സംബന്ധിച്ചുള്ള നമ്മളുടെ ധാരണകളൊക്കെ തെറ്റാണ് എന്നും അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട്. നിരവധി ഉദാഹരണങ്ങളിലൂടെ അദ്ദേഹം അത് വിശദമാക്കുന്നുണ്ട്. സൗന്ദര്യാത്മകമായ വിദ്യാഭ്യാസം നേടാത്തതുകൊണ്ടുണ്ടായ ദുരന്തങ്ങളെക്കുറിച്ചും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്, അദ്ദേഹം ഉദാഹരിക്കുന്നുണ്ട്. ഇങ്ങനെ സാഹിത്യ പഠനം എന്നത് ഏറ്റവും അനിവാര്യമായ ഒരു കാര്യമാണ് എന്നും സൗന്ദര്യാത്മകമായ വിദ്യാഭ്യാസത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു പ്രൊഫഷണൽ വിദ്യാഭ്യാസമാണ് അനിവാര്യമായിട്ടുള്ളത് എന്നും അദ്ദേഹം ഈ ലേഖനത്തിൽ സൂചിപ്പിക്കുന്നു.